ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബേക്കറിയിൽ ഉണ്ടാക്കുന്ന ഒരു നോർമൽ സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. വാനില കേക്കാണ്. നമ്മൾ ബേസായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുന്ന രീതിയിലുള്ള ഒരു കേക്കാണിത്. പിന്നെ നമ്മൾ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൽ കേക്ക് ജെൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അതിനോട് താല്പര്യമില്ലാത്തതാണ്. പക്ഷേ എങ്ങനെയാണ് അവരുണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ കാണിച്ചുള്ളത്. കഴിഞ്ഞ തവണ നിങ്ങൾ കമൻറ്റ് ചെയ്തതുപോലെ ദയവായിട്ട് കമൻറ്റ് ചെയ്യാതിരിക്കുക. മോശമാണ്, അങ്ങനെ ഉപയോഗിക്കരുത് എന്നുള്ള കമൻറ്റ് കഴിവതും ഒഴിവാക്കുക. അപ്പോൾ നമ്മളിത് ചെയ്യാനായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 100 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കേക്ക് ജെല്ല് ചേർത്ത് കൊടുക്കാം. കേക്ക് ജെല്ല് നമുക്ക് കേക്കിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. എന്നിട്ട് അത് പഞ്ചസാരയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിലൊന്ന് ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ 3 എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമലി നമ്മൾ 100 ഗ്രാം പഞ്ചസാരയും 100 ഗ്രാം മൈദ എടുക്കുന്ന സമയത്ത് 4 എഗ്ഗാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ നമ്മൾ കേക്ക് ജെല്ലി ചേർത്തതുകൊണ്ട് തന്നെ 3 എഗ്ഗേ ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റാക്കി എടുക്കണം. ഈ ഷുഗർ ഇതിനകത്ത് മെൽട്ടായിട്ട് വരുന്നത് വരെ നന്നായി ഒന്ന് ബീറ്റാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന പാത്രമൊക്കെ നല്ല ക്ലീനായിട്ട് ഉള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എഗ്ഗ് ഫ്ലഫി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്രം നല്ല ക്ലീനായിട്ടിരിക്കണം, എന്നാലേ എഗ്ഗ് നന്നായിട്ട് തന്നെ പതിഞ്ഞ് വരികയുള്ളൂ. അപ്പോൾ ഇത് ബീറ്റാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനിലയുടെ ഫ്ലേവർ നമുക്ക് വേണ്ടതുകൊണ്ടാണ് വാനില എസൻസ് ചേർത്തിട്ടുള്ളത്. നിങ്ങളിപ്പം പൈനാപ്പിൾ ഫ്ലേവറിലുള്ളൊരു കേക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. അതല്ല സ്ട്രോബെറി ഫ്ലേവറാണ് വേണ്ടെങ്കിൽ സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് കേക്കാണോ വേണ്ടത് അതിനനുസരിച്ച് ആ ഫ്ലേവർ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി തന്നെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്തിട്ടുള്ളത് ഇത് നമ്മൾ ബേസായിട്ട് ഉപയോഗിക്കുന്ന കേക്ക് ആയതുകൊണ്ടാണ്. നമ്മൾ വെറുതെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇതിനകത്തേക്ക് 1/2 കപ്പ് അല്ലെങ്കിൽ 100 ml ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 100 ഗ്രാം മൈദയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബീറ്റർ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്പാച്ചില വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഫോൾഡ് ചെയ്തെടുത്താലും മതി. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ടെക്സ്ചറിൽ വലിയ മാറ്റമൊന്നും വരുന്നതല്ല. നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. പാലല്ല, സാധാരണ നോർമൽ വാട്ടറാണ്. തണുത്തതും ചൂടുള്ളതും ഒന്നുമല്ല, സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടറാണ്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്, പാല് ചേർത്തിട്ടില്ല, വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്, ബട്ടറല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഫ്ലേവറും 1/2 ടീസ്പൂൺ മിൽക്ക് ഫ്ലേവറും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് ബേക്കറി സ്റ്റോറിൽ വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. ബട്ടർ എസൻസിന് വരുന്നത് 90-99 രൂപയോ മറ്റാണ്. മിൽക്ക് എസൻസിന് 34 രൂപ. നമ്മളൊരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുന്ന ഒരു എസൻസാണ് മിൽക്ക് എസൻസ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ പാന് ആദ്യമേ തന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് മൈദ തൂവി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കാൻ എടുക്കുന്ന ഓവന് പ്രീ ഹീറ്റാക്കി വെക്കേണ്ടതാണ്. ഞാനിപ്പോൾ എൻ്റെ ഓവന് 190 ഡിഗ്രിയിൽ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കി എടുത്തതായിരുന്നു. അതിനകത്തേക്ക് 35 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് എടുത്ത കേക്കാണിത്. 190 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് ഓവനിലെ ബേക്കിംഗ് ടൈം. ഇനി നമുക്കിതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് ഡിമോൾഡ് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തതെന്ന് നേരത്തെ പറഞ്ഞു. 7 ഇഞ്ച് റൗണ്ടും അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 2.5 ഇഞ്ചാണ് ഇതിൻ്റെ. ഇതൊന്ന് തണുത്ത് വരുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. തണുത്തതിന് ശേഷം ഞാനിതൊന്ന് നിങ്ങൾക്ക് മുറിച്ച് കട്ട് ചെയ്ത് കാണിക്കാം.
വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്ക് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഈ കേക്കിനില്ല. നമ്മൾ എഗ്ഗിൻ്റെ ഒരു സ്മെല്ലൊന്നും അത്രയ്ക്ക് അങ്ങ് നമുക്ക് ഫീൽ ചെയ്യില്ല. മാക്സിമം എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ കുറവായിരിക്കും. പിന്നെ നമ്മളിത് വെറുതെ കഴിക്കാനായിട്ട് നമുക്ക് പീസായിട്ട് കിട്ടുന്ന പൊതി കേക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മിഠായി കേക്ക് എന്നൊക്കെ പറയുന്ന അതൊക്കെ ആ രീതിയിൽ ഉള്ള ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഇതിൽ നമ്മൾ ചേർക്കുന്ന ഓയിലിൻ്റെ അളവ്, ഓയിൽ അല്ലെങ്കിൽ നമുക്ക് ഡാൽഡ ഉപയോഗിക്കാം. അത് നമ്മൾ 100 ഗ്രാം ആക്കിയിട്ട് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ 100 ml ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ബേക്കറിയിൽ ഉണ്ടാക്കുന്ന അതേ ടെക്സ്ചറിലുള്ള കേക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കേക്ക് ജെൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഫസ്റ്റിൽ പറഞ്ഞു. അതിന് എന്നെ ദയവ് ചെയ്ത് കുറ്റം പറയരുത്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു റെസിപ്പി ഇട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.